വിവാഹം ഒത്തുവരാൻ വേണ്ടി. വിൽക്കാത്ത സ്ഥലമുണ്ട്, വിൽക്കാത്ത വീടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷ്യമുണ്ടായി, മലമുകളിലെ സ്ഥലമാണെന്ന്. അത് ജന്മത്ത് വിറ്റുപോകലും ഞങ്ങൾക്കറിയാമായിരുന്നെന്ന്. വെള്ളം പോലും ഇല്ല, ആൾ താമസമില്ല, പിന്നെ സ്ഥലം വിറ്റ് പോണത്. പക്ഷെ കടം കയറി ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി കൊണ്ട് ആ മലമുകളിലെ സ്ഥലം വിറ്റുപോയി. ആരും ഇല്ല അവിടെ, വിജനമായ സ്ഥലമാണ്, ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ അമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിറ്റാൽ മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് സ്ഥലം എടുക്കാൻ പറ്റുക, ചിലർക്ക് വീട് സ്ഥലവും എടുക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം സമർപ്പിക്കേണ്ട ഒരു സമയമാണിത്. അതിലെ ഉടമ്പടി വിഷയങ്ങളാണ്. ചില മക്കൾ ദുർനടപ്പിൽപ്പെട്ട് ചീത്ത ബന്ധങ്ങളിൽ പൊട്ടിച്ചാടിയിട്ടുണ്ടാവും. ചില മക്കൾ ഇപ്പോൾ ഇന്നലെ ഒരു 14 വയസ്സുകാരനെ കൊണ്ടുവന്ന് അവൻ മൊത്തം എല്ലാം ഈ സ്റ്റാമ്പ് വായി വെക്കണ പരിപാടിയില്ലേ, സ്റ്റാമ്പ്, പോസ്റ്റ് സ്റ്റാമ്പല്ലേ, വേറെ മയക്കുമരുന്ന്, അതാണ് അവൻ്റെ പരിപാടി. ഞാൻ 14 വയസ്സേ ഉള്ളവന്. അപ്പോൾ അത് ഇവിടെ വന്ന ഒരു കേസാണ്. അപ്പോൾ എന്തുമാത്രം കേസുണ്ടാവും. ചില കുടുംബങ്ങൾ അവിഞ്ഞു തീർന്നിരിക്കുക. എൻ്റെ മക്കൾ അതുപോലെ. അത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, വഴിപിഴച്ചു പോയ സന്താനങ്ങളും തെറ്റായ പ്രണയബന്ധം അകപ്പെട്ടു പോയവരെ, മയക്കുമരുന്ന് അകപ്പെട്ടു പോയവരെ അമ്മേ അവരെ ഏറ്റെടുക്കണമേ, യേശുവിന്റെ നാമത്തില് ഏറ്റെടുക്കണമേ, യേശുവിന്റെ നാമത്തില് എല്ലാ മക്കളും നഷ്ടപ്പെട്ടവരെ, തിന്മയിൽ അകപ്പെട്ടവരെ യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥത വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ഓർക്കുന്നവരെ, അത് അമ്മ അത് ഓർത്താൽ മതി, ഞാൻ ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. എന്തെങ്കിലും കാര്യം അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നവർ സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. അമ്മ അത് ഓർത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. നമ്മളൊരുമിച്ച് സ്തുതിക്കുകയാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, അനേകം മക്കള് എൻ്റെ കാര്യം കർത്താവേ അച്ഛനെ ഓർത്തിരുന്നെങ്കിലെന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അമ്മ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മയെ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സാക്ഷിയാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ, 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 ശ്രുതിക്കട്ടെ. നാമത്തിൽ സത്യം പ്രാപിക്കട്ടെ, ഇത് പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, അതിലെന്താ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്തോനീസിൻ്റെ അടുത്തും പോവും, യൂദാസിൻ്റെ അടുത്തും പോവും. എവിടെയെല്ലാം പോയി തൊട്ട് നക്കാം അവിടെയൊക്കെ തൊട്ട് നക്കി. ഈ തൊട്ട് നക്കി നടക്കുന്ന കക്ഷികൾ ദയവായിട്ട് ഉടമ്പടി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഉടമ്പടി നിങ്ങൾ ഓർക്കണം, അതുപോലെ ഒരു പ്രാർത്ഥനാ രൂപമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രെയർ ഫോർമാറ്റ് ഓൾ. എന്താ കാര്യം? ഇതൊരു പ്രാർത്ഥനാ രൂപമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനാ രൂപമല്ല ഇത്.
ഇതിൻ്റെ പ്രൈമറി ഇനിഷ്യേറ്റീവ് ആരാണ്? ഉടമ്പടിയുടെ പ്രൈമറി ഇനിഷ്യേറ്റീവ്, പ്രാഥമിക പ്രയോക്താവ് ആരാണത്? ദൈവമല്ലേ. എവിടെയെല്ലാം ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവം മുൻകൈ എടുത്ത വേറെ ഒരു പ്രാർത്ഥനയുള്ള കുർബാന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതൊരു ഉടമ്പടിയാണ്. ദൈവം മുൻകൈ എടുത്ത് ചെയ്ത ഈ മരിയൻ ഉടമ്പടിയല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? അത് പരിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. അത് നിത്യതയെ ബാധിക്കുന്ന ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ഭൗതികമായ വിഷയങ്ങളെ കൂടുതൽ ഉന്നമനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഭൗതികമായ ഉന്നമനത്തെ അല്ല അത് ഫോക്കസ് ചെയ്യണത്. പിന്നെ എന്താണ്? നിത്യതയാണ് ഫോക്കസ് ചെയ്യണത്. തമ്മിൽ മനസ്സിലാക്കണം. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് ഞാൻ എപ്പോഴും പറയും. അതുപോലല്ല ഈ അപ്പം. അപ്പം ഭൗതികമല്ല എന്നർത്ഥം ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കുർബാന ഭൗതികമല്ലെന്ന് ഉറപ്പല്ലേ? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. റീഡ് ദ വേഴ്സിക്കൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ഓൺലൈനിൽ തന്ന വാക്കായത് കൊണ്ടാണ് എനിക്ക് വാക്ക് കിട്ടാഞ്ഞത്. അതാണ് വായിക്കാൻ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുർബാനയുടെ ഒരു വാക്കാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 തിരുവചനം. റീഡ് ഇറ്റ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ഏറ്റുപറയുക. മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും അതായത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ IELTS പാസ്സാക്കാനും വസ്തു വയ്ക്കാനും ഒക്കെ ദുർവിനിയോഗം ചെയ്യരുതെന്ന സൂചനയാണ്. അത് നടക്കത്തില്ല എന്നല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ റഷ് ചെയ്യുമ്പോൾ കുർബാന അനുദിന ജീവിതത്തിന് വേണ്ടി മാത്രം കുർബാനയെ റഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, കുർബാനയുടെ അൾട്ടിമേറ്റ് എയിം യു വിൽ മിസ് ഇറ്റ്. കുർബാനയുടെ ഉദ്ദേശം എന്താണ്? നിത്യതയാണ്. ഇപ്പം അത് ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും വരണത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലെ ഷിക്കാഗോയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴക്കാരത്തിയാണ്, അവർ ഷിക്കാഗോയിൽ നേഴ്സാണ്. അവർ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു, മഞ്ജു ഫ്രാങ്ക്ലിൻ. അവർ പറയണത് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. ഞാൻ ആകപ്പാട് ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാവരും മക്കളെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെയാണ് പറയണത്. മക്കളെ കിട്ടി, ജോലി കിട്ടി, കടങ്ങൾ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞത് മേരി പാല, അവർക്ക് 3 കോടി രൂപ കടവാണ്. 3 കോടി രൂപ കടവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇപ്പോഴീ എമർജൻസി കേസെല്ലാം എടുക്കുന്നുണ്ടല്ലോ. എമർജൻസി ആയാൽ മതി, അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. പണ്ടങ്ങനെ ചെയ്യത്തില്ലായിരുന്നു.
പണ്ട് ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ അവരെ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്, പക്ഷേ വിഷയം നിങ്ങളുടേത് ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം വിളിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കരുതിയേക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്ത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് കരുതണം. ആ ഡോക്യുമെൻ്റ് ഓഫീസിൽ കാണിച്ചാൽ പിന്നെ തർക്കിക്കേണ്ട, വിശദീകരിക്കേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ കരഞ്ഞൊക്കെ പറയും. അങ്ങനെ കരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിലാണ് കരയേണ്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണിക്കുക. ഇത് ജപ്തി നടപടി ഇതാണ് അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്, മറ്റൊന്ന് സ്കാനിങ് ആണ്. മറ്റൊന്ന് സ്കാനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ കാണത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവരുടെ സാക്ഷ്യം നെയ്യാറ്റിൻകര റീന എന്നവർ തോന്നുന്നു. അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. പെട്ടെന്ന് സംഭവിക്കണം, ചെരിഞ്ഞ് പോകും. അപ്പോൾ ഇവരെ കൊണ്ട് CT സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിൻ്റെ അകത്തൊരു മുഴ സിസ്റ്റം എന്ന് വളർന്നു വരികയാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ് ആവും. അപ്പോൾ റിസ്ക്കിയാണ്. എത്ര നാളിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ ഇതുപോലെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി, സങ്കടമൊക്കെ ആയി. കാര്യം 10-8 ലക്ഷമൊക്കെ രൂപ മുടക്കിയാലേ ആളെ കിട്ടിയാൽ എങ്ങനെ എത്ര കാലം കഴിയുമ്പോഴൊക്കെ ജോലിക്ക് പോകാൻ പറ്റും? ഇന്ന് ജോലിക്ക് പോകാൻ തന്നെ പറ്റുമോ? അവരുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി. ഭർത്താവ് ആളെ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി എന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രേയർ കൊണ്ട് 2 CT സ്കാൻ കാണുമ്പോൾ ആ മുഴ അവിടെ ഉണ്ട്. അതിന് ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷെ ഉടമ്പടി എടുത്ത് ഒരു പ്രേയർ കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഓപ്പറേഷന് മുമ്പ് MRI എടുക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. ഇത്രയും സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ സാക്ഷി കിടക്കുന്നുണ്ട്, വായിച്ചു നോക്കുന്നത്. റീന അവർ നെയ്യാറ്റിൻകര എന്നുള്ള സാക്ഷിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ മേരി ചേച്ചി ഈ മാസം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഏത് മാസം? ഇത് ജൂൺ മാസം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് മേരി ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് 3 കോടി കടവാണ്. 3 കോടി കടമെന്ന് വെച്ചാൽ ഏത് കാലത്ത് കൊടുത്തും എങ്ങനെ കൊടുക്കും ഒരു പിടിയില്ല. കാര്യം ഇവർ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കുറേ ബെഡുകളൊക്കെ ഉള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടിയേ കുറേ ആൾക്കാരെ കൊണ്ടുപോയി, കുറേ ജീവിതം കൊണ്ടുപോയി. ശരിക്കും അതുപോലെ കൊണ്ടുപോയ ഒരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ കടത്തുമേൽ കടവും അതിൻ്റെ പലിശയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു. ഉടമ്പടി പുതുക്കിയ ഉടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചത്, ചേച്ചി എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്, പക്ഷേ വിൽക്കാൻ പറ്റണില്ല. ഇപ്പോഴും വിൽപ്പന കുറവാണല്ലോ. പണ്ടത്തെ പോലെ ഒരു ഓട്ടോ ഇല്ല. കാര്യം മോഡി ചേട്ടൻ കയറി ക്ലിക്കിന് പിടിക്കണ കാരണമേ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഇപ്പം ED വരെ ഉണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണവർ ആരാണ് സ്ഥലം വാങ്ങിക്കണത്, കൂടുതൽ വാങ്ങിക്കണത്. അവിടെ സോഴ്സ് ഉടനെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് സെൻഡിങ് ആണ് ഡൽഹിയിലോട്ട്, ED ഓഫീസിലോട്ട്. അതായത് ഇപ്പം ജെന്യുവിൻ സോഴ്സ് അല്ലെങ്കിൽ, ഇനി അതാണെങ്കിൽ പോലും ഗവൺമെൻറ് പറയും നിങ്ങൾ സ്ഥലം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കാൻ പറയും. വിറ്റ ആൾക്കാർ തന്നെ വാങ്ങിക്കാൻ പറയും, കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറയും. 2 സ്ഥലത്തേക്കും. ഇക്കണോമി നാഷണൽ ബേസ്ഡ് കൺട്രോൾഡാണ് ശരിക്കും. അത് നിങ്ങളെ പഴയ ഇക്കോണമി പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ അകത്ത് ഗുണവും ദോഷം പറയുകയല്ല, നാഷണൽ ബേസ്ഡ് ഇക്കോണമി കൺട്രോൾഡാണ്. അത് പണ്ടത്തെ കുത്തഴിഞ്ഞൊരു പോക്കും ഇപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം ബ്ലോക്കുണ്ട്. ശരിക്കും കുറേ ആൾക്കാർ കുരുങ്ങിയിട്ടുണ്ട്. അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ല. എന്താ തോമസ്, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നു. ഞാൻ യാക്കോബായ സുറിയാനി സഭയിലെ ഇടവകയിലെ ഒരു അംഗമാണ്.
ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 മെയ് 25 തീയതിയാണ്. ആദ്യമായി ഉടമ്പടി എടുക്കാൻ സാഹചര്യം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലൊരു പത്രം കൊണ്ടു തന്നു. ആ കൊണ്ടു തരുന്ന സമയത്ത് ഞാനത് ചുമ്മാ ഒന്ന് എടുത്ത് അവിടെ വച്ചു, പത്രത്തിൻ്റെ കൂടെ അങ്ങ് വച്ചു. ആ മാസം ഞാനത് പിന്നെ നോക്കിയില്ല. പിറ്റേ മാസം ആ സമയമാവും ആ ചേട്ടൻ പിന്നെയും എനിക്ക് പത്രം കൊണ്ടു തന്നു. എന്നോട് ചോദിച്ചു, മോളത് വായിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനത് വായിച്ചില്ല, ഞാൻ നോക്കട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലാത്തത് കാരണം ഞാൻ അതിനെക്കുറിച്ച് നോക്കിയില്ല, ഞാൻ എന്തായാലും ഒന്ന് വായിച്ച് നോക്കാമെന്നും പറഞ്ഞ് അപ്പോൾ ആ പത്രം എടുത്ത് ഞാൻ വായിച്ചു. മാതാവിൻ്റെ ദൈവാനുഗ്രഹങ്ങളെല്ലാം അതിൽ കണ്ടു. പെട്ടെന്ന് എനിക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അത്ര പരിചയമില്ല. ആലപ്പുഴയായിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഞാൻ വന്നിട്ടില്ല അധികം. അപ്പോൾ കലവൂർ എന്ന ഒരു സ്ഥലമാണ്, അതിലെല്ലാം നോക്കി പത്രത്തിലെല്ലാം കണ്ടു. അപ്പോൾ എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് മൂലക്കരുവിൻ്റെ അസുഖമാണ്. എന്നും ഭയങ്കര അസ്വസ്ഥതയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നോട് പറയും ഭയങ്കര വിഷമമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ആ ചേട്ടൻ തന്ന പത്രം, മാതാവിൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് പോവാം, കൃപാസനത്തിലൊന്ന് പോയി മാതാവിനെ ഒന്ന് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ മകളും കൂടി ഇവിടെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ എന്താണെന്നോ എന്നോ എനിക്കറിയില്ല, ഈ പള്ളിക്കകത്ത് ഇങ്ങനെ ഒരു ബ്രദർ നിന്ന് ഏതാണ്ട് സംസാരിക്കാനൊക്കെ ചെയ്യണ കണ്ടു. ഞാനിവിടെ വന്ന് ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ എനിക്കൊന്നും അറിയില്ല, ഉടമ്പടി എടുക്കാൻ എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ ഉടമ്പടി ഇങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, അതിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ പോയൊരു അവിടെ ഒരു പേപ്പർ കിട്ടും, അത് ഫില്ല് ചെയ്യണം, എന്നിട്ട് അതിനുള്ള ഇതെല്ലാം അവിടെ നിന്ന് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു. എന്നാലും അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഇതിലുള്ള കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എടുത്താൽ മതി, നമ്മളിങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി ഇന്ന് തന്നെ എടുക്കുവാണ്. എന്നോട് മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് എന്നോട് പറയുന്ന പോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്ത ഒരു പ്രശ്നമില്ല, നല്ല ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കും, അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അന്ന് തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി വീട്ടിൽ ചെന്ന പ്രാർത്ഥന ഒക്കെ ആയിട്ട് ഇതിൽ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തേൻ കിട്ടിയായിരുന്നു. ഞാൻ ഒരു ദിവസം രാവിലെ തേൻ 2 തുള്ളി വായിലൊഴിച്ചു കൊടുത്തു. അത് ഭർത്താവ് വിശ്വാസത്തോടു കൂടി അത് കഴിച്ചു. 1 ദിവസം കഴിഞ്ഞില്ല, പിറ്റേ ദിവസം മുതൽ ഈ വയറിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അന്ന് മുതൽ വലിയ മരുന്നൊന്നുമില്ലാതെ തന്നെ ഇതുവരെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും പിന്നെ വന്നിട്ടില്ല. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നവരാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു സ്വന്തമായി ഈ വീടും സ്ഥലവും വിറ്റിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇതിലും നല്ല ഒരു വീടൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഈ വീടും സ്ഥലവും വിറ്റു കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനൊരു കോൺട്രാക്ടറാണ്. പുള്ളി ഈ വിറ്റ പൈസ ഒന്ന് വായ്പ ചോദിച്ചു. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായത് കാരണം ആ പൈസ കൊടുക്കേണ്ടി വന്നു.
കൊടുത്ത് 6 മാസം പറഞ്ഞ് 6 മാസം ചോദിച്ചിട്ടും പൈസ തന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. 6 മാസം കഴിഞ്ഞു, 1 വർഷമായി പൈസ തന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ പിള്ളേരൊക്കെ ജോലിയൊന്നും അത്രയ്ക്ക് നല്ല ജോലിയിലൊന്നും ആയിട്ടില്ല. മക്കളൊക്കെ ചോദിച്ചു, നമുക്കിനി ആ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളിനി എങ്ങനെയാണ് വീട് സ്ഥലവും പുതിയത് വാങ്ങിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടിലായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ആ ചേട്ടനോട് ഇനി പൈസ ചോദിക്കേണ്ട, മാതാവും നമുക്ക് വീട് സ്ഥലവും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസത്തോടെ കഴിഞ്ഞപ്പോൾ ആ പൈസ മേടിച്ച് ആ ചേട്ടന് പെട്ടെന്ന് തലയുടെ ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ചേട്ടൻ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്കൊന്നും ചോദിക്കാനൊന്നും നിവൃത്തിയില്ല, ആരോടും ഒന്നും മിണ്ടാനൊന്നും പറ്റില്ല. പൈസ ചോദിക്കാൻ അവരുടെ മക്കളും പഠിക്കുന്ന സമയമാണ്. അവർക്ക് തരാനുള്ള വകയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും തരാൻ അവർ സന്നദ്ധത കാണിച്ചില്ല. അങ്ങനെയായി എൻ്റെ മകൻ M.Tech കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലിയിൽ കയറി. അപ്പോൾ അവിടെ അവന് ഭയങ്കര വിഷമാണ്, ബുദ്ധിമുട്ടാണ്, സാലറിയൊക്കെ കുറവാണ്. ആ സാലറി വെച്ച് നമുക്ക് നല്ലൊരു വീട് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് ഞങ്ങൾ ഓർത്തു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, നല്ല ജോലി വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് വിളിക്കും. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെച്ചു, എൻ്റെ മകനൊരു നല്ല സാലറിയുള്ള ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടണേ. അങ്ങനെ 6 മാസം മുമ്പ് എൻ്റെ മകനെ ബാംഗ്ലൂർ ഒരു നല്ല കമ്പനിയിൽ, ജർമ്മൻ കമ്പനിയിൽ ജോലി ലഭിച്ചു. ആ ജോലി നല്ല സാലറിയുള്ള ജോലിയായിരുന്നു. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി. നല്ല ഒരു വീടും സ്ഥലവും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലവും വീടും ഞങ്ങൾക്ക് അമ്മ മാതാവ് നൽകി. മൂന്നാമതായിട്ട് എൻ്റെ മകൾ മെഡിക്കൽ കോഡിംഗ് എന്ന ജോലി ചെന്നൈയിൽ ചെയ്യുമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടാണ് അവിടെ. എന്ത് ചെയ്താൽ അവിടെ നിന്ന് പോരുക മമ്മി എന്ന് എന്നെ വിളിക്കുമ്പോൾ, വൈകുന്നേരം ഡിഗ്രി കഴിഞ്ഞിട്ട് പോയതാണ്, അപ്പോൾ എന്നും വിളിക്കും, ഞാൻ പോരും അവിടെ നിന്ന്, എനിക്ക് ജോലി അവിടെ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായി. ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു, അമ്മേ ജോലി കൊച്ചിൻ്റെ കളയുണ്ടായി, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം തന്നാൽ മതി. ആ ആഴ്ചയിൽ തന്നെ എൻ്റെ മകൾക്ക് വീട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുവാനായിട്ട് തുടങ്ങി. ഇന്ന് വരെ ഇപ്പോൾ 6 മാസമായി മോള് വീട്ടിലിരുന്ന് ഭംഗിയായിട്ട് ജോലി ചെയ്യുന്നു. അതിനുശേഷം ബാംഗ്ലൂരുള്ള വേറെ ഒരു കമ്പനിയിലേക്കും ജോലി കിട്ടി, അതും വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ സന്തോഷമായിട്ട് ചെയ്യുന്നു. എൻ്റെ പേര് റിയ. ഞാൻ ചേരാനല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു 5 മാസം മുമ്പ് ഞാൻ വീണു. ഞാൻ വീണിട്ട് എൻ്റെ നട്ടെല്ലിന് പരിക്ക് പറ്റി. എക്സ്റേ എടുത്തപ്പോഴും നട്ടെല്ലിനൊരു ചെറിയ വളവും അതുപോലെ തന്നെ ബൾജിങ്ങും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ട വരും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 5 മാസം ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബെൽറ്റ് ഇട്ട് തന്നെ, ഫുൾ ടൈം ബെൽറ്റ് ഇട്ട് തന്നെ, എനിക്ക് അരമണിക്കൂർ പോലും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഡിസംബർ 11-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത അന്ന് ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് ഇവിടെ നിന്ന് പറഞ്ഞത്. അതനുസരിച്ച് അപ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ പറ്റാതിരുന്ന ഞാൻ അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിനെ തന്നെ യാത്ര ചെയ്ത് പോയി. എന്നിട്ടും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അന്ന് തുടങ്ങി ഞാൻ ഇതുവരെ ബെൽറ്റ് ഇടണ്ടേ വന്നിട്ടില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യേണ്ട വരുന്നതാണ്. MRI സ്കാൻ എടുത്തപ്പോഴും അങ്ങനെ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ അത് തന്നെ പറഞ്ഞു, ചെറിയൊരു ബൾജിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിത്തന്നത് എനിക്ക് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് 1000 നന്ദി. അതുപോലെ ഞാൻ വേറൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ നാത്തൂന് വേണ്ടിയിട്ടാണ്. ആൾ ഫുള്ള് മലയാളം മീഡിയമാണ് പഠിച്ചത്. എന്നിട്ട് പോലും UKVI എക്സാം എഴുതി ആൾ പാസ്സായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ ആളുടെ എല്ലാം ശരിയായി. വർക്ക് വിസ വരെ കിട്ടി. ഈ മാർച്ച് 3-ാം തീയതി ടിക്കറ്റ് വരെ എടുത്ത് ആൾ പോകാൻ UK പോകാനായിട്ട് ശരിയായി എല്ലാം. അതും പരിശുദ്ധ മാതാവ് തന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അതുപോലെ എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഭർത്താവായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വേദനിപ്പിച്ചിരുന്നു അവളെ. അപ്പോൾ അവളുടെ സർട്ടിഫിക്കറ്റുകൾ SSLC തുടങ്ങി എല്ലാ സർട്ടിഫിക്കറ്റുകളും നേഴ്സിങ്ങിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ആൾ നശിപ്പിച്ചു. ഞങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല. ആളെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 5 പ്രാവശ്യം ഞങ്ങൾക്ക് മീഡിയേഷൻ വെച്ചു. 5 പ്രാവശ്യവും ആൾ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ലെന്ന് തന്നെയാണ്. പക്ഷേ 6-ാം തവണ ഞങ്ങൾ മീഡിയേഷന് ചെന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പരിശുദ്ധ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ അവളുടെ കൈ കൊടുക്കുകയും അത് വെച്ചിട്ടാണ് അവൾ മീഡിയേഷന് കയറിയത്. അപ്പോൾ മീഡിയേഷന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ആൾ സമ്മതിച്ചു, ഇങ്ങനെ തിരിച്ചു തരാം, ഈ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു തരാമെന്ന് സമ്മതിച്ചു. ആളെടുത്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചു. അതെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ മാത്രം കൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ കാശിരൂപം കൊണ്ടുപോയപ്പോഴത്തേനും ഞാനുണ്ടായിരുന്നു, അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ഞാനാണ് കാശിരൂപം അവളെ ഏൽപ്പിച്ചത് അകത്തേക്ക് കയറിയപ്പോൾ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തന്നു. ആ പരിശുദ്ധ മാതാവിൻ്റെ ശക്തി അവളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തു നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്തത് മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാമെന്നും അതേപോലെ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ ജപമാല ചൊല്ലിക്കോളാമെന്നും ഞാൻ തന്നെ തീരുമാനിച്ചു. ഇതുവരെ അതിനൊരു മുടക്കം വരുത്താതെ ഇന്ന് വരെ അതിനു മുന്നേ ഞാൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയൊന്നും എല്ലാ ദിവസമൊന്നും കൂടില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നടുവേദനയ്ക്ക് മാറിയതിന് ശേഷം അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്ന് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയും ജപമാലയും മുടക്കില്ല എന്ന്. അത് എത്ര വൈകിയാലും രാത്രി 12 മണിക്ക് മുമ്പ് ഞാൻ ജപമാല ചൊല്ലിയിരിക്കുമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇന്ന് വരെ അത് മുടക്കാതെ. എൻ്റെ പേര് ലിൻസി പ്രിൻസ്. ഞാൻ കൊല്ലം ശൂനാട് വലിയപള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാനാണ്. ഞാനിപ്പം കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധി മാപ്പ് അപേക്ഷിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയും ലേറ്റായതിന്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി മുംബൈയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പം എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ കണ്ടു. പറഞ്ഞപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അപ്പം 3 ഇഞ്ചക്ഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം 3 ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷൻ 1500 രൂപയാണ്. അപ്പം ഒരു ദിവസം വെച്ച് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തു. 3 ദിവസം അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടുവന്ന ഹസ്ബൻഡ് ഞാനും കൂടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഹോർമോൺ വളരെ കുറവ് തന്നെയാണ്, ഒന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കെന്നാൽ ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് 12 ഇഞ്ചക്ഷനും കൂടി ചെയ്യാം. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം വല്ലാതെ വരുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട, കാരണം അവിടെ എന്നെപ്പോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമുള്ള കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർ 30-40ഓളം ഇഞ്ചക്ഷൻ ചെയ്തവരുണ്ട്, അവർക്കും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം, 12 ഇഞ്ചക്ഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കേട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അന്നേരം പപ്പയും മമ്മിയും ഡോർ തുറന്നപ്പോഴേ അവരെന്നോട് ചോദിച്ചത് എന്താണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. അപ്പം എടുത്ത വായിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വീണ്ടും 12 ഇഞ്ചക്ഷൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ആകെ സങ്കടം വന്ന് അപ്പം മുതലേ അവർ പ്രെയർ ചെയ്യാൻ തുടങ്ങി.